ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഫാത്ത് അടുത്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവിടുന്ന് ആയിഷയുടെ വീട്ടിലാണ്. ഞങ്ങളെല്ലാം അവിടെ ചുറ്റിക്കൂടി. അവിടുന്ന് കണ്ണു തുറന്ന് ഞങ്ങളെ നോക്കി. സജലങ്ങളായ മിഴികൾ. നിങ്ങൾക്കെല്ലാം സ്വാഗതം. നിങ്ങൾ അല്ലാഹുവെ ഭയക്കുക, അവന് കീഴ്പ്പെടുക. ഞാൻ വിട ചൊല്ലുകയാണ്. എന്നെ കുളിപ്പിക്കേണ്ടത് അലിയാണ്. ഫളലുബ്നു അബ്ബാസും ഉസാമയും സഹായികളായി നിൽക്കട്ടെ. എൻ്റെ ഈ വസ്ത്രത്തിലോ വെളുത്ത യമനി പുതപ്പിലോ എന്നെ കഫൻ ചെയ്യുക. കുളിപ്പിച്ച് പൊതിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ വീട്ടിൽ ഈ കട്ടിലിൽ തന്നെ എൻ്റെ ഖബറിനരികിൽ അല്പനേരം കിടത്തുക. പിന്നെ എല്ലാവരും അല്പനേരം പുറത്തു പോവുക. ശേഷം ജിബിരിൽ അലൈഹിസ്സലാം നിസ്കരിക്കട്ടെ. പിന്നെ മീകായിൽ, അത് കഴിഞ്ഞ് ഇസ്റാഫീൽ, ഒടുവിൽ അസ്റായിലും മറ്റു മലക്കുകളും അലൈഹിസ്സലാത്തു വസ്സലാം. അത് കഴിഞ്ഞാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത്. അവിടുന്ന് പറഞ്ഞവസാനിപ്പിച്ചു. കൂട്ടക്കരച്ചിലുയർന്നു, വിലാപങ്ങളും. അവർ പറഞ്ഞു, അവിടുന്നാണ് ഞങ്ങളുടെ സർവസ്വവും. അങ്ങ് പോയാൽ ഇനി ഞങ്ങൾ ആരെ അഭയം പ്രാപിക്കും? അവിടുന്ന് ശാന്തരായി. നിങ്ങൾക്ക് ഞാൻ പ്രകാശപൂരിതമായ 2 മാർഗങ്ങൾ ഉപേക്ഷിച്ചാണ് പോകുന്നത്, ഖുർആനും സുന്നത്തും. പ്രശ്നങ്ങൾ വരുമ്പോൾ അവയെ സമീപിക്കുക. ഹൃദയം കടുക്കുമ്പോൾ മരണത്തെയോർക്കുക. സഫർ ഒടുവിൽ അവിടുത്തെ പനി ശക്തമായി. 18 ദിവസത്തോളം രോഗം അവിടുത്തെ അലട്ടി. കഠിനമായ തലവേദനയാണ് തുടക്കം. അവിടുന്ന് വഫാത്തായ തിങ്കളാഴ്ച പുലർച്ചെ രോഗം ശക്തമായി. ബിലാൽ റളിയല്ലാഹു അൻഹു പ്രഭാതത്തിലെ പ്രഥമ ബാങ്ക് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിൽക്കലെത്തി സലാം പറഞ്ഞു. അകത്തുനിന്ന് ഉപ്പാക്ക് തീരെ വയ്യ എന്ന് ഫാത്തിമ പറഞ്ഞെങ്കിലും ബിലാൽ കേട്ടില്ല. വീണ്ടും പള്ളിയിലെത്തി 2ാം ബാങ്ക് വിളിച്ചു. വാതിൽക്കലെത്തി പിന്നെയും സലാം പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടു. ബിലാൽ, വരൂ, എനിക്ക് തീരെ വയ്യ, കടുത്ത പനി. അതിനാൽ അബൂബക്കറിനോട് ഇമാമായി നമസ്കരിക്കാൻ പറയൂ. ബിലാൽ റളിയല്ലാഹു അൻഹു തല പൊത്തിക്കരഞ്ഞു. എൻ്റെ നാശമേ, പ്രതീക്ഷ കരിഞ്ഞല്ലോ, മുതുക് പൊട്ടിയല്ലോ. എൻ്റെ ഉമ്മ എന്നെ പെറ്റില്ലെങ്കിൽ എനിക്കിത് കാണേണ്ടി വരില്ലായിരുന്നല്ലോ എന്നാർത്തു. അബൂബക്കർ, അങ്ങയോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം നിൽക്കാൻ പറയുന്നു. ലോലമനസ്കനായ സിദ്ദീഖ് നബിയില്ലാതെ മിഹ്റാബ് നോക്കി പ്രജ്ഞയറ്റ് നിലം പതിച്ചു. ബോധം തെളിഞ്ഞപ്പോൾ സ്വയം മറന്ന് പൊട്ടിക്കരഞ്ഞു. സ്വഹാബാക്കളും നിലവിളി തന്നെ. മരണക്കിടക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു. ഫാത്തിമ, മോളെ, എന്താണ് ആ ശബ്ദം? അവിടുന്ന് ഇമാം നിൽക്കാത്തതിന് മുസ്ലിങ്ങൾ സഹിക്കാനാവാതെ കരയുകയാണ്. അലിയെയും ഫദലിനെയും വിളിച്ച് അവരുടെ തോളിൽ ചാരി അവിടുന്ന് എണീറ്റു പള്ളിയിലേക്ക് ചെന്നു. അവിടുന്ന് അരുളി, ജനങ്ങളെ, നിങ്ങളുടെ നബി മരിക്കുമോ എന്ന് നിങ്ങൾക്ക് പേടിയുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഏതെങ്കിലും പഴയ നബിമാർ ഇന്നുണ്ടോ? നിങ്ങളെ അല്ലാഹു സംരക്ഷിക്കും. തഖ്വയും അനുസരണയും കൈവെടിയാഞ്ഞാൽ മതി. ഇതെൻ്റെ ദുനിയാവിലെ അവസാന നിമിഷങ്ങളാണ്, ആഖിറത്തിലെ ആദ്യ സമയവും. അത്രയും പറഞ്ഞ് അവിടുന്ന് വീട്ടിനകത്തേക്ക് തിരിച്ചു നടന്നു. വീട്ടിനു മുമ്പിലൊരു ഗ്രാമീണൻ. നുബുവത്ത് വന്ന വീട്ടുകാർക്ക് സലാം അയാളുരത്തു. ഫാത്തിമയാണ് മറുപടി പറഞ്ഞത്. ഇവിടെ മുത്തുനബിക്ക് തീരെ വയ്യ, നിങ്ങൾ പോകൂ. അയാൾ പോകാനുള്ള ഭാവമല്ല. യാ റസൂലല്ലാ, ഞാൻ അകത്തേക്ക് വരട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കേട്ടു. ആരാണ് വാതിൽക്കൽ? ഒരു ഗ്രാമീണൻ. ഞാൻ അകത്തേക്ക്, അങ്ങേക്ക് അസുഖമാണെന്ന് പറഞ്ഞു. അയാളെന്നെ ഒന്ന് തുറിച്ചു നോക്കി. കത്തുന്ന കണ്ണുകൾ. ഞാൻ ആകെ പേടിച്ചു കരഞ്ഞു.
എൻ്റെ രോമങ്ങൾ എടുത്തു പിടിച്ചു ഫാത്തിമ പറഞ്ഞു, മോളെ, അതാരാണെന്നറിയാമോ? സർവരസസംഹാരിയായ അസ്രായീലാണത്. എൻ്റെ റൂഹ് പിടിക്കാൻ വന്ന മലക്കുൽ മൗത്ത്. ഇത് കേട്ടതും ഫാത്തിമയുടെ നിയന്ത്രണം വിട്ടു. എൻ്റെ ഉപ്പ, അങ്ങ് ഞങ്ങളെ വിട്ടു പോവുകയാണോ? ഇനി ഞാൻ എന്തിനു ജീവിക്കണം? അവിടുത്തെ ഇനി എന്ന് കാണും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സ്വകാര്യം പറഞ്ഞ് സമാധാനിപ്പിച്ചു. കരയേണ്ട, നീയാണ് എൻ്റെ അടുത്തേക്ക് ആദ്യമെത്തുക, പോരെ. മകൾ തല കുലുക്കി. രണ്ടുപേരും ചിരിച്ചു, വേദന കലർന്ന പുഞ്ചിരി. മലക്കുൽ മൗത്ത്, അങ്ങേക്ക് സ്വാഗതം, കടന്നു വരൂ എന്ന് അവിടുന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും. വഅലൈക്കുമുസ്സലാം. താങ്കൾ സന്ദർശകനോ കൽപ്പനയുമായി വന്നതോ? അവിടുന്ന് അനുവദിക്കുമെങ്കിൽ കൽപ്പനയുമായാണ് ഞാൻ വന്നത്, ഇല്ലെങ്കിൽ ഞാൻ മടങ്ങിപ്പോകും. എൻ്റെ ഇഷ്ടക്കാരൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ താങ്കൾ കണ്ടുവോ? കണ്ടു. അദ്ദേഹം അങ്ങയെ പ്രതീക്ഷിച്ച് ഒന്നാം ആകാശത്ത് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ ആശയുണ്ടെന്നറിഞ്ഞ ഉടൻ തന്നെ ജിബ്രീൽ അതാ താഴെ നിൽക്കുന്നു. ജിബ്രീൽ ഉരത്തു, ആകാശവാതിലുകൾ അങ്ങേക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. മാലാഖമാർ അണിയൊപ്പിച്ച് അങ്ങയെ പ്രതീക്ഷിച്ചിരിക്കുന്നു. സ്വർഗത്തിൻ്റെ കതകുകൾ മലർക്കെ തുറന്നു കിടക്കുന്നു. അപ്സരസ്സുകൾ അണിഞ്ഞൊരുങ്ങി പാട്ടുപാടിയിരിക്കുന്നു. ജിബ്രീൽ, എൻ്റെ സമുദായം അന്ത്യനാളിൽ എങ്ങനെയായിരിക്കും? അങ്ങ് സന്തോഷിക്കുക. അവിടുന്ന് സ്വർഗത്തിൽ കടക്കാതെ ഒരു നബിയും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അവിടുത്തെ സമുദായം കടക്കാതെ ഒരു ഉമ്മത്തും കടക്കില്ല. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എൻ്റെ അസ്വസ്ഥതകൾ നീങ്ങി. ഇനി എൻ്റെ റൂഹ് കൊണ്ടുപോയിക്കൊള്ളും. അവിടുത്തെ ആത്മാവ് പിടിക്കപ്പെട്ടു. കടുത്ത വേദനയുടെ കൈപ്പുരസം മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു. ആ കാഴ്ച സഹിക്കാനാവാതെ ജിബ്രീൽ പോലും മുഖം താഴ്ത്തി. അവസാന ശ്വാസത്തിലും എൻ്റെ സമുദായം എന്നോർത്ത് വിലപിച്ചാണ് മുത്തുനബി ഈ ലോകത്തോട് വിട പറഞ്ഞത്. നമസ്കാരം സൂക്ഷിക്കണേ, നിങ്ങളുടെ ഇടപാടുകൾ ശ്രദ്ധിക്കണേ എന്ന അവസാന ശ്വാസത്തിൽ പോലും മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അവിടുത്തോടൊപ്പം നമ്മയെല്ലാം അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുത്തുനബിയുടെ ചരിത്ര കഥകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.